ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ വെള്ളിയാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് തന്നെ എടുത്തിട്ട് ഇന്ന് തന്നെ അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ അമ്മയോ അമ്മൂമ്മയോ ആരെങ്കിലും എഴുന്നേറ്റിട്ട് വിളക്ക് കത്തിക്കും കേട്ടോ. അങ്ങനെ ഒരു ശീലമാണ്. ഞാനും ചെയ്യുമായിരുന്നു കേട്ടോ. കുറച്ചായിട്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് വെള്ളിയാഴ്ച ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കത്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ രാവിലെ തന്നെ ഇഡ്ഡലി ആക്കാനായിട്ടൊക്കെ മാവൊക്കെ ഒഴിച്ചു വെച്ചു. അപ്പോൾ ചോറ് വെക്കാനായിട്ട് വെള്ളം വെക്കുകയാണ്. വെള്ളം വെച്ചു. വർക്കിംഗ് ഡേ ആണല്ലോ വെള്ളിയാഴ്ച. അപ്പോൾ റേഷന് പോകണം, മക്കൾക്ക് പോകണം. അപ്പോൾ അതിൻ്റെതായ തിരക്കാണ്. അപ്പോൾ ഈ സാമ്പാറാണ് കേട്ടോ രാവിലെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പരിപ്പ് എടുക്കുകയാണ് കേട്ടോ. പരിപ്പ് ഇങ്ങനെ വെള്ളത്തിലൊന്ന് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ആദ്യം പരിപ്പ് വേവിച്ചിട്ടാണ് സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ പരിപ്പ് കഴുകിയെടുക്കുകയാണ്. കുറച്ച് നേരം വെള്ളം ഒഴിച്ച് അവിടെ മാറ്റി വെക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഓട്ടിപ്പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് കാര്യങ്ങൾ എഴുന്നേറ്റ പാടെ ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇത് അരി കഴുകുകയാണ് കേട്ടോ. ചോറ് വെക്കാനുള്ള ഒരുപാട് തവണ കഴുകണം കേട്ടോ. റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി ആയതുകൊണ്ട് ഒരുപാട് തവണ കഴുകണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൂടി അരി കഴുകണം കേട്ടോ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഓട്ടിപ്പോയി കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് വന്നതേ വിളക്ക് കത്തിച്ചു. ഞാൻ എഴുന്നേറ്റപ്പോൾ ഇത്രയും വെട്ടമില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് പണിയൊക്കെ ഒതുക്കിയിട്ടാണ് ഞാൻ കുളിക്കാനും പോയത് കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വെട്ടം വന്നു കേട്ടോ. ഒരു 6:30 ആയിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. ഇപ്പം നേരത്തെ വെട്ടം വീഴുമെന്ന് തോന്നുന്നു. 6:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ദൈവങ്ങളെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു പോസിറ്റീവാണ് കേട്ടോ. എഴുന്നേറ്റ് ഉടനെ ഞാനിങ്ങനെ ഭഗവാന്മാരുടെയൊക്കെ ഫോട്ടോസൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. അപ്പോൾ ദേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ രാവിലെ ഇങ്ങനെ കാണാനായിട്ട്. ഇപ്പം നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ വിളക്കൊക്കെ കത്തിച്ചു. വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ വിളക്ക് കത്തിക്കുക രാവിലെ, അതൊരു പ്രത്യേക ഐശ്വര്യമാണല്ലേ. അതിനുശേഷം നേരെ ഓടി കേട്ടോ അടുക്കളയിലോട്ട്. കാരണം സമയം പോവുകയാണ്. സമയം ധാന്ന് പറഞ്ഞു പോവും. അപ്പോൾ ചായ ഇട്ടു. അപ്പോഴത്തേക്കും റേഷൻ എഴുന്നേറ്റ് വന്നു. അതിനുശേഷം ഇഡ്ഡലിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചു. ഇത് മുട്ട ഓംപ്ലേറ്റ് ആണ് കേട്ടോ. റേഷന് ചോറിന് കൊണ്ടുപോകാനായിട്ട് സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഓട്ടത്തിൽ മുട്ട ഓംപ്ലേറ്റ്, സാമ്പാറും മുട്ട ഓംപ്ലേറ്റും ആണ് റേഷന് കൊടുത്തു വിടുന്നത് കേട്ടോ. ആ സമയത്ത് ഇതേ നമ്മുടെ പൊന്നുകുട്ടീസ് എഴുന്നേറ്റു. വേറൊരാളും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എവിടെയോ ഇരിപ്പുണ്ട്. അതേ ഇരിക്കുന്നു. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എഴുന്നേറ്റിട്ട് എന്തൊക്കെയോ പേന കൊണ്ട് ഇങ്ങനെ കുത്തിക്കുറച്ചുകൊണ്ടിരിക്കുക. എന്തോ കാലുവേദന എടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയത്തില്ല കണ്ണൻകുട്ടന്. അപ്പോൾ അതേ പൊന്നുകുട്ടി പല്ല് തേക്കാൻ പോവാണ്. മുട്ട ഓംപ്ലേറ്റ് ഇവിടെ റെഡിയാകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സാമ്പാർ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. സാമ്പാറിൻ്റെ വിസിൽ കേട്ടോ. വിസിലടിക്കുകയാണ്. 2 വിസിൽ ഞാൻ അടിക്കും കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് സാമ്പാറും ആകുന്നു. ഇനിയിപ്പം നമ്മുടെ റേഷന് പെട്ടെന്ന് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ കടുക് വറക്കുകയാണ്. സാമ്പാറൊക്കെ ആയി കടുക് വറക്കുകയാണ്. പൊന്നുകുട്ടിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അമ്മ ഞാൻ വീഡിയോ എടുത്ത് തരാമെന്നും പറഞ്ഞ് പൊന്നുകുട്ടി പുറകെ വരും കേട്ടോ. എന്നാൽ പിന്നെ ആകട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും റേഷനം വന്നു. ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. കാരണം തിരക്കായിരിക്കും രാവിലെ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല തിരക്കാണ് കേട്ടോ എനിക്ക് രാവിലത്തെ സമയം. അപ്പോൾ 8:10 ട്രെയിൻ വരും. 7:45 50 ആകാതെ ഇവിടുന്ന് നമ്മുടെ റേഷനം പോകത്തില്ല കേട്ടോ. എന്നിട്ട് ഓട്ടിയാണ് പോകുന്നത്. ഞാൻ അതിന് വഴക്കാണ്. ഇച്ചിരി നേരത്തെ ഞാൻ എഴുന്നേക്കുന്നതിൻ്റെ കൂട്ടത്തിലൊന്ന് നേരത്തെ എഴുന്നേറ്റ ഈ ഓടിപ്പിടച്ച് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? പതുക്കെ നടന്ന് പോകാമല്ലോ എന്ന്. പിന്നെ ഓർക്കും അത്രയും ഒരു നടപ്പാകുമല്ലോ എന്ന് വിചാരിക്കും. ഇവിടുന്ന് 10-15 മിനിറ്റ് പോലും ഇല്ല കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പോൾ ദേ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് വെച്ച് ചെടികളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഒരുപാട് ചെടിയൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ചെടിയും കാര്യങ്ങളൊന്നും കാണിക്കാത്ത കേട്ടോ. അതിന് ശേഷം നമ്മുടെ കണ്ണൻകുട്ടനെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് ഇഡ്ഡലി കൊടുത്തു. അപ്പോൾ വഴക്കാണ്.
ഒരു ഇഡ്ഡലി മതി. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ഇഡ്ഡലി എന്നാൽ വേണ്ട, കഴിക്കേണ്ട, ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണത്തിനോടൊരു മടുപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പടവലങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉള്ളി ചതച്ചെടുത്ത് കേട്ടോ. കണ്ണൻകുട്ടന് എന്താണെന്നറിയത്തില്ല, കടുക്, നമ്മൾ കടുക് വറക്കുന്നതിൻ്റെ കടുക് ഇഷ്ടമല്ല കറിയിൽ, സബോള ഇഷ്ടമല്ല, എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഉള്ളി ഇങ്ങനെ ചതച്ച് കടുക് വറുത്തിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഉള്ളി ചതച്ചെടുത്ത് കേട്ടോ, ആ ഉള്ളിയുടെ ഫ്ലേവർ ആ ഒരു മെഴുക്കുരട്ടിയിൽ ഉണ്ടാവുമല്ലോ, എനിക്കിഷ്ടമാണ് കേട്ടോ. ഇപ്പം പൊന്നൂനും ഇഷ്ടമാണ്, ഇവിടെ രാജേഷനും ഇഷ്ടമാണ്. കണ്ണനിത് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. മെഴുക്കുരട്ടി അതൊന്നും കഴിക്കുന്നില്ല ഇപ്പോൾ ആൾ കേട്ടോ. ടീച്ചറിനെ കാണുമ്പോൾ ടീച്ചർ പറയുന്ന ഒരേ കംപ്ലൈൻറ്റ് ഇതാണ്, ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണെന്ന് കേട്ടോ. എന്താ സംഭവം എന്നറിയത്തില്ല. ചോറൊന്നും കൊടുത്തു വിടുന്ന ആൾ മര്യാദയ്ക്ക് കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് പറഞ്ഞ് പേടിപ്പിക്കും, ഇങ്ങനെ ചോറൊക്കെ കഴിക്കാതിരുന്ന പണി കിട്ടുമെന്ന് കേട്ടോ. ഇതെൻ്റെ പുതിയ ഉപ്പ് ഭരണിയാണ് കേട്ടോ, കൊള്ളാവോ? പുതിയതാണ് കേട്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് അവിടെ ഒതുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റത്തില്ല. അത് അവിടെ നിന്ന് എവിടെന്നെങ്കിലും മാറ്റി വെക്കണം അല്ലേ, എന്നാലേ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കാണുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്, ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് കടുക് വറക്കുന്നു, പിന്നെ ഉള്ളി ഇട്ടൊന്ന് വാട്ടി, അതിന് ശേഷം നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുവേ, കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്നൊന്ന് വെന്ത് വന്നൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടി വെക്കും കേട്ടോ. എനിക്കറിയില്ല ഇതൊക്കെ കഴിക്കുമോ എന്തോന്ന്. കഴിഞ്ഞ ദിവസം ബീട്രൂട്ടാണ് കൊടുത്ത് വിട്ടത്, ബീട്രൂട്ട് തോരൻ. എവിടുന്ന് ആൾ കഴിച്ചൊന്നുമില്ല. അതിന് മുമ്പത്തെ ദിവസം കോവയ്ക്ക മെഴുക്കുവരട്ടി കൊടുത്തു വിട്ടത്, ആൾ കഴിക്കുമൊന്നുമില്ല. ഒരു കറികളും കൂട്ടത്തില്ല കേട്ടോ. ഞാൻ ചാറുകറികൾ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല വീട്ടിൽ കേട്ടോ. ഇവിടെ ആരും ചാറുകറികൾ കഴിക്കില്ല, ഞാൻ തന്നെ കഴിച്ച് തീർക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചാറുകറിയുടെ പരിപാടി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കും കേട്ടോ. എങ്ങനെയാണോ എന്തോ കഴിച്ചാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേ മെഴുക്കുരട്ടി ഇവിടെ സെറ്റ് ചെയ്ത്, ഇതാണ് കണ്ണൻകുട്ടന് ചോറ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇത്രയും ചോറും 2 കിഴങ്ങ്, സാമ്പാറിൻ്റെ 2 കിഴങ്ങും. ഇതാണ് മെഴുക്കുരട്ടി. ഇതുപോലെ പ്ലേറ്റിനകത്തൊക്കെ ആക്കിയാണ് ഇപ്പം കൊടുത്തു വിടുന്നത്. ഇത് പൊന്നുകുട്ടിയുടെ പാത്രമാണ്, അത് ഞാൻ കണ്ണൻകുട്ടന് കൊടുത്തു കേട്ടോ. കണ്ണൻകുട്ടന് ചോറും കറിയും കൂടെ മിക്സായി കിടന്നിട്ട് ചോറ് ഒട്ടും കഴിച്ചു. ചില ദിവസം കൊണ്ടുപോയ ചോറ് അതുപോലെ തിരിച്ചു കൊണ്ടുവരും. ബിസ്ക്കറ്റാണ് സ്നാക്സ് ആയിട്ട്. ഞാൻ സ്നാക്സ് ഒന്നും ഇപ്പം അങ്ങനെ കൊടുത്തു വിടത്തില്ല കേട്ടോ, കാരണം ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്നാക്സൊക്കെ 2-3 ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എള്ളുണ്ടായി ഈന്തപ്പഴം ഇല്ലേ, അതൊക്കെയാണ് ഞാൻ കൊടുത്തു വിടുന്നത്. ഇന്നിപ്പോൾ ബിസ്ക്കറ്റാണ് കേട്ടോ, വളരെ കുറച്ചേ കൊടുത്തു വിടുന്നുള്ളൂ. ഇത് നമ്മുടെ പൊന്നുകുട്ടിക്കുള്ള മെഴുക്കുരട്ടി, പ്ലേറ്റ്, വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പൊന്നുകുട്ടിക്കുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റെഡിയായിട്ട് ഇവിടെ പാത്രമൊക്കെ കുറേ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ പോയിട്ട് വന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. മക്കളെ കൊണ്ട് വിട്ടിട്ടൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ഇവരെ ഒന്ന് സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് ഒരു സ്ഥലത്ത് പോകണം കേട്ടോ, 1-2 സ്ഥലത്ത് പോകണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം കേട്ടോ, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. 2 പേരും മാസ്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അന്ന് പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന് ശേഷം സ്കൂളിൽ പോകുമ്പോൾ മാസ്ക് വെച്ചുകൊണ്ട് 2 പേരും പോകത്തുള്ളൂ കേട്ടോ, പേടിയാണ്. അപ്പം ഞാൻ റെഡിയായി കേട്ടോ, ഞാനും പോകാനായിട്ട് റെഡിയായി. ഇവരുടെ കൂടെ തന്നെ ഒരു പരിപാടിയാണിപ്പോൾ ഈ രാവിലെ ഇവരെ കൊണ്ടുവിടുന്നതുകൊണ്ട് നമ്മളും അതിനൊപ്പം റെഡിയാകണമല്ലോ. അപ്പോൾ ഇത് ഇവിടെയാണ് ഇപ്പോൾ കണ്ണൻകുട്ടൻ ഇരിക്കുന്നത് കേട്ടോ, പഠിക്കാനായിട്ട് ഇരിക്കുന്നത് ഇവിടെയാണ്. കണ്ണൻകുട്ടൻ സ്കൂളിൽ ചെറിയ എന്തൊക്കെയോ പണികളും കാരണങ്ങളും കാരണം ഇവരുടെ തന്നെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഇവരുടെ ക്ലാസ്. ഇപ്പോൾ കുറേ ആയിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ദേ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇനി പൊന്നുകുട്ടീനെ കൊണ്ടുവിടണം. പൊന്നുകുട്ടിയുടെ സ്കൂളിൽ ആദ്യം കണ്ണൻ്റെ സ്കൂളാണ്, അതിന് ശേഷമാണ് പൊന്നുവിൻ്റെ സ്കൂൾ കേട്ടോ. അപ്പോൾ ദേ പൊന്നുവിൻ്റെ സ്കൂൾ ഇതാണ്. നേരത്തെയാണ് കേട്ടോ, ഇന്ന് ലേറ്റായിട്ടൊന്നും ഇല്ല, ഇന്ന് നേരത്തെ വന്നു. ഇത് പൊന്നുകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വൈഗയാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ് വൈഗേനെ. ഒരു ദിവസം വീട്ടിലോട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ദേ ഇവിടെയാണ് കേട്ടോ വന്നത്, വേറെ എവിടെയല്ല, നമ്മുടെ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രം. ഇവിടെ ഞാൻ ഒറ്റ
ഒറ്റയ്ക്ക് വരവ് ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ടില്ല. ഒന്നെങ്കിൽ അണ്ണനോ മക്കിൾസോ ആരെങ്കിലും കാണും കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പണ്ടൊക്കെ വെള്ളിയാഴ്ച ദിവസം സ്ഥിരം ദേവിയുടെ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആലപ്പുഴയിലായിരുന്നു. അപ്പോൾ പതിയാങ്കുളങ്ങര ഒരു ക്ഷേത്രമുണ്ട്, പിന്നെ അറവുകാട്, ഇവിടെയൊക്കെ സ്ഥിരം പോകുമായിരുന്നു കേട്ടോ. ഇപ്പം ഇത്രയും ദൂരമൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ വെള്ളിയാഴ്ച ദിവസമൊന്നും അമ്പലത്തിൽ പോകാറില്ല. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഞാൻ അമ്പലങ്ങളിൽ അധികം പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിൽ. എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ. അപ്പോൾ ഒറ്റയ്ക്കായതിൻ്റെ ഒരു ചെറിയ വിഷമവും കാര്യങ്ങളും ഉണ്ട്. അത് സാരമില്ലല്ലേ, എപ്പോഴും കൂടെ ആരെങ്കിലുമൊക്കെ വേണമെന്ന് വിചാരിക്കുന്നത് തന്നെ ശരിയല്ലല്ലോ. അതിനുശേഷം അവിടെ നിന്ന് തൊഴുതിട്ട് കുറ്റിക്കാട്ട് അമ്പലത്തിൽ വന്നു കേട്ടോ. നമ്മുടെ വീടിനടുത്ത് തന്നെ പൊന്നുകുട്ടി ശബരിമലയ്ക്ക് പോകാൻ കെട്ടുമ്പുറക്കൊക്കെ നടത്തിയില്ല, അമ്പലത്തിൽ വന്നു. അങ്ങനെ വെള്ളിയാഴ്ചയായിട്ട് 2 അമ്മമാരെ കണ്ട് തൊഴുതു സന്തോഷമായി കേട്ടോ. ഇനി അതിന് ശേഷം വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ഇനി ഒരുപാട് പണികളുണ്ടല്ലോ, പാത്രം കഴുകണം, തൂത്തുവാരണം. അപ്പോഴത്തേക്ക് 3 മണിയാവും, മക്കളെ വിളിക്കാൻ പോകണം. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.